ഹായ് ഹലോ. ഇന്നും ഞാൻ എൻ്റെ ബൊഗൻവില്ല പോട്ടിങ്ങില്ല നടുന്നതും എനിക്ക് എവിടെ നിന്നൊക്കെ ഇങ്ങനെ കമ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതെന്നാണ്. നമുക്ക് നമ്മളെ ഫ്രണ്ട്സും നമ്മളെ തൊട്ട അയൽവാസിയായ താത്താൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണിത്. തൊട്ട അയൽവാസിയില്ല, നമ്മളെ കുറച്ച് ആദ്യം താമസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. ഓരോരോ ചെടീനെ കുറിച്ച് ഞാൻ പറഞ്ഞിടാം. അതിൻ്റെ ഇടയിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പുണ്ട്. അത് അവർ തന്നു തന്നെയാണ്, കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട്. കായ്ച്ച കമ്പുമാണ്. അങ്ങനെ നമ്മൾ വാങ്ങിയതാണ്. നമ്മളിപ്പോൾ 3 വെറൈറ്റിയാണ് നമ്മളിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഇതൊന്ന് അങ്ങനെ ഫസ്റ്റ് കാണിച്ചൊന്നു അങ്ങനെ 3 വെറൈറ്റി ഇതാണ്. ഇനി നമുക്കിതിൻ്റെ ഇലകളും ഒക്കെ കളഞ്ഞ് നല്ല ഫ്രഷായിട്ട് നമ്മളിപ്പോഴത്തെ വൈകിട്ടേക്കണ്, ഏകദേശം ഇരുട്ടായിട്ടുണ്ട്, 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിത് നടാനുള്ള ടൈമ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. 3 ഫ്ലവറിൻ്റെതാണ്. നല്ല കുറച്ച് പണിയുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ എടുത്ത് മാറ്റി കമ്പുകൾ ഒക്കെ ഒരേ ഭാഗത്തിന് കട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് നാളെയാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇലകളും ഇതൊക്കെ ആക്കി പാകാക്കി കട്ട് ചെയ്ത് നമുക്ക് തന്നെ വെക്കാം. ഇതിൽ ഈ യെല്ലോയും ഗ്രീനും കൂടി ഉള്ളൊരു കമ്പ് നമ്മൾ ആദ്യം നട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ 3-4 കമ്പ് വെച്ചതിൽ ഒരു കമ്പ് മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. എങ്കിലും അവർ തന്നതാണ്, കൊണ്ടുപോയിക്കോ ഒന്നും കൂടി വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ഈ ചെടിയുടെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ഫ്ലവറും ഒരു ബ്ലൂ ഫ്ലവറും കൂടി ഉള്ള 2 തൈയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ. അതിൻ്റെയാണ് നമ്മളെ താമസിപ്പോൾ കുറച്ച് മാറിയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു കൊമ്പ് ഇനി ഇവിടെ ഒന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് കരുതിയിട്ട് കൊണ്ടുവന്നതാണ്. നമ്മളങ്ങനെ 3 കളറിൻ്റെ ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. ഇതെന്തിനാണ് ഇങ്ങനെ സെറ്റാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ, നമുക്ക് പെട്ടെന്ന് നടാൻ ഒന്നൊരു സുഖത്തിന്. ഈ ഇലകളൊക്കെ എന്തിനാണ് പെറുക്കി കൂട്ടി വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒന്ന് പിച്ചി ചീന്തി നമ്മൾ ഈ ചെടീൻ്റെ അടിയിൽ തന്നെ ഇട്ടും കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ നടുന്നത് നാളെയാണ്. 3 കളർ ഇല തന്നെ മനസ്സിലാക്കാൻ കണ്ടാൽ തന്നെ. ഈ വീഡിയോ തന്നെ ഞാൻ 3-4 ദിവസം വെച്ചെടുത്താണ്. കാരണം എഡിറ്റ് ചെയ്യുന്ന പിന്നേക്ക് വെക്കുമ്പോൾ പിന്നെയും അതിൻ്റെ കമ്പും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്താണ്. ഇതാണ് നമുക്ക് നടാനുള്ളത്. നമ്മൾ ആ പറ്റിച്ച് പോയവർ ആ ഓർക്കിഡിന് ഓർഡർ കൊടുത്ത ഉമേസ് പ്ലാൻ പോട്ടിക്ക് പറഞ്ഞ ടീമുണ്ടല്ലോ, നമ്പറൊക്കെ അവർ വേറെ തന്നിച്ച് കരുതി. അന്ന് കോൾ ചെയ്തപ്പോൾ അപ്പം തരാം മാഡം, ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഇത്ര ദിവസമായിട്ടും കോൾ എടുക്കുന്നതേ ഇല്ല. എത്രയോ കോൾ ചെയ്ത് വെച്ചിട്ടിരിക്കുക, കോളും എടുക്കണില്ല. നമ്മളെ വാട്സപ്പിൽ അയച്ച മെസ്സേജ് ഒന്നും നോക്കണില്ല. അതാണ്. അത്ര ഉഡായിപ്പ് ടീമിനൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും ചെന്ന് പെടുമ്പോൾ ഒക്കെ ഒന്ന് അഡ്രസ്സും കാര്യമൊക്കെ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. ഇതാണ് നമ്മൾ മുമ്പ് തൈകൾ വെച്ചിരുന്ന കമ്പ് കുത്തിൻ്റെ ഇതിൽ തന്നെയാണ് നമ്മൾ ആ കമ്പുകളും ഇങ്ങനെ നട്ട് വെക്കണത്. കാരണം നമുക്ക് വേറെ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇതിൽ നിന്ന് കുറേ 30ഓളം തൈകൾ നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അതിന് ശേഷം പടുത്ത് കുത്തിയതാണ്. അതിനൊരു കുഞ്ഞ് തളിർപ്പ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഇത് കമ്പ് കുത്തിയപ്പോൾ തന്നെ നമ്മളിതിൽ അത്യാവശ്യം വലുപ്പമായതുണ്ടായിരുന്നല്ലോ. അത് ഈ വീഡിയോ എഡിറ്റ് ചെയ്താൽ തന്നെ നമ്മളിതിൽ നിന്ന് കമ്പുകളൊക്കെ അത്യാവശ്യം വലുപ്പമായത് മാറ്റി നടാൻ പറ്റിയതൊക്കെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ടൈമിൽ ഇപ്പം തന്നെ ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ 31 തൈകൾ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞ ഈ വേനലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ചെടികൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു നട്ടു പിടിപ്പിക്കണം. ആദ്യം നമ്മളെ കയ്യിൽ ഒരു 4 വർഷം പഴക്കമുള്ള 2 ചെടികൾ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലവറിങ് കണ്ട് വെറുതെ നട്ടു പിടിപ്പിച്ചതായിരുന്നു. അപ്പോൾ ചട്ടിയിലൊക്കെ നല്ല ഫ്ലവർ ഇരുണ്ട് കണ്ടപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ ഇങ്ങോട്ട് ഇതന്നെ ഒന്ന് ഫുള്ള് നട്ടു പിടിപ്പിക്കൽ തുടങ്ങിയിട്ട്. ഇതാണ് നമ്മളെ ഇല പിച്ചി ചീന്തി ഇതൊക്കെ ഇതിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിന് നടുന്നതിന് വലിയൊരു കാര്യങ്ങളും ഇല്ല. പക്ഷേ നമ്മളൊരു 10 കമ്പ് പിടിച്ച് വെച്ചാലൊരു 4 കിട്ടും എന്നാണ് ഒരു പ്രതീക്ഷ. ഇതിലുള്ള ഫുള്ള് നമ്മളിപ്പോൾ നട്ടു വെച്ചതാണ് കേട്ടോ. ഇതിലുള്ളതൊക്കെ നമ്മൾ വേറെ നട്ടതുകൊണ്ട് വേഗം ചീഞ്ഞു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നട്ട കമ്പ് മുഴുവൻ പിടിക്കണമെന്നില്ല. ഇതിലൊക്കെ അത്യാവശ്യം വലുപ്പമായ തൈകളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ അപ്പം അങ്ങ് കാണിച്ചെന്നു. ലാസ്റ്റേക്ക് നമ്മൾ വേറെ പോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ നല്ല ചൂടുള്ള ഒരു ഏരിയയാണ്.
അതുകൊണ്ട് തന്നെ എൻ്റെ തൊട്ടയൽവാസിൻ്റെ വീട്ടിൽ തന്നെ കുറേ കാലിച്ചട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ഇതേമാതിരിക്ക് കമ്പ് കിട്ടുമ്പോൾ നമ്മൾക്ക് കുത്തിയതിൻ്റെ ശേഷം ബാക്കി അവരെ ചട്ടിയിലും കൊണ്ടുപോയി കുത്തുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. ഫ്ലവറെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തോന്നും. കുറേ ചട്ടികളുണ്ട്, മണ്ണും നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ, ഇങ്ങനെയാണ് കുത്തി വെച്ച് കൊടുത്താൽ പോരെ. ആ കുത്തിയത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ച് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ മണ്ണ് ഇപ്പോൾ നമ്മൾ ഒരു മാസം മുമ്പ് കുറേ നമ്മൾ കയ്യിലുള്ള ഫുൾ ബ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ കമ്പ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് നിറച്ച് വെച്ചതായിരുന്നു. ശരിക്കും മണ്ണൊക്കെ ഇളക്കിയിട്ടാണ് നമ്മൾ തൈകളൊക്കെ എടുക്കല്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇളക്കലൊന്നുമില്ല, നമ്മളിത് എല്ലാം ഇളക്കിയാണ് പറിക്കലാണ്. പക്ഷെ അങ്ങനെ പറിക്കരുതിട്ട്, അങ്ങനെ പറിക്കുമ്പോൾ വേര് കാര്യങ്ങൾ പൊട്ടിപ്പോയാൽ പിന്നെ വരാൻ പാടായിക്കാരം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിലാണ് ഇനും. നമ്മളിങ്ങനെ നമ്മളെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി കമ്പുകളൊക്കെ കിട്ടി അപ്പോൾ കൊടുന്ന് ഇപ്പോഴെല്ലാം നട്ട് പിടിപ്പിക്കേണ്ട ഒരു ടൈം, വലിയ പണിയൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ നട്ട് പിടിപ്പിക്കലാണ് മെയിനായിട്ട് പരിപാടി. നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ പല ആൾക്കാരും ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കമ്പുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് കാര്യങ്ങളെന്നൊക്കെ. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ക്യാഷ് കൊടുത്തൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ നമുക്കൊരു ആഗ്രഹമുള്ളൊരു കളറൊക്കെ ആരുടെടുത്തെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിലൊരു ഫോട്ടോസൊക്കെ വെക്കുന്നുണ്ട്, അതൊക്കെ ആരുടെ കയ്യിലുണ്ടെങ്കിൽ. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്തില്ലാത്ത ഒരു കളറും മോഡലൊക്കെ കണ്ട് മുമ്പേ ഫ്ലവർ വിരിഞ്ഞ ടൈമിൽ ഇങ്ങനെ കണ്ടു വെക്കും ഇന്ന ഫ്ലവറാണ് എന്നുള്ളത്. അപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ അതിൻ്റെ കമ്പുകളൊക്കെ കൊടുന്ന് വേഗം നട്ട് വെക്കലാണ്. നമ്മൾ ഏകദേശം നമ്മളൊരു കയ്യിൻ്റെ ഉള്ളനടിക്ക് വലുപ്പമുള്ളതാക്കണ വെച്ചത് നമ്മൾ വെച്ചിൽ ഇത്രയാണ്, നമ്മൾ ഇത്രയൊന്നല്ല ഇതിലേറെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതായത് മുളക്കാതെ അത്രയും നമ്മൾ കമ്പ് പിടിപ്പിച്ചിട്ട് ഇതാണ് ബ്രൂണിങ് ചെയ്തപ്പോൾ നമ്മൾ ഇതിൽ നിന്നുള്ള കമ്പുകളൊക്കെ ശേഖരിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത്രയും കമ്പുകളാണ് ഉണങ്ങിപ്പോയത്. ഇതിനി ഫ്ലവർ വിരിയുമ്പോൾ ഇനി ഞാൻ കാണിച്ചു തരേണ്ടത് എന്തുമാത്രം ഭംഗി വരും എന്നുള്ളത്. ഇപ്പോൾ വലിയ ഒരു ഭംഗി കാര്യങ്ങളൊന്നും തോന്നില്ല, കാരണം കുറേ കാടും പൊന്തി ഇലകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗി അടിപൊളിയായിട്ട് തന്നെ വരും ചെയ്യട്ടാ. ഇത്ര നമ്മളെ കയ്യിൽ നിന്നും ഉണങ്ങി ഇത്ര എന്നല്ല, നമ്മൾ കുറേ പറിച്ച് നമ്മൾ നോക്കാതെ മെയിൻ്റെ അങ്ങനെ പറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ എല്ലാ കണ്ട കവറുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കലുണ്ട്. ഇതൊക്കെ അതിൽ ചിലതൊക്കെ നമുക്ക് പറിച്ച് നടാനായിട്ടുണ്ട്, കുറേ ഉണങ്ങുന്നുണ്ട്. അങ്ങനെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഒരു നട്ട് പിടിപ്പിച്ചില്ല, അതിലൊരു കമ്പ് പിടിച്ച് തരണേ, അത് ഇതാണ്. അവർ നന്നായി പെട്ടതന്നെയാണ്. ഇവിടെ കുറച്ച് നമ്മൾ അടീനിയത്തിൻ്റെ ഒരു ചെറിയൊരു ശേഖരണം. ഇത് നമ്മൾ മുമ്പൊരു തൂമ്പുകളൊക്കെ കുത്തി മുമ്പത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ തൂമ്പ് വെറുതെ കുറേ കുത്തിയിരുന്നു. അതിൽ ഒരു തൂമ്പ് എങ്ങനെ അറിയില്ല പിടിച്ചിട്ടുണ്ട്, എന്തോ ഒരു ഭാഗ്യത്തിന്. നമ്മൾ കുറച്ച് അടീനിയത്തിൻ്റെ കുഞ്ഞി തൈകൾ നമ്മൾ സെറ്റാക്കി വെച്ചതാണ്. നമ്മൾ പല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ കയ്യിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിരുന്ന ബൊഗൈൻവില്ല. അപ്പോൾ ബ്രൂണിങ് ചെയ്തപ്പോൾ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഇതിമേലൊന്നും ഇലകളും കാര്യങ്ങളൊന്നുമില്ല. അന്ന് വെറും നമ്മളെ കയ്യിൽ 9 തൈകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. 19 തൈകളായിരുന്നു. 19 തൈകളായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പൂക്കൾ ഇട്ടും ചെയ്തിരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് അതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് അന്ന് പൂ വിരിഞ്ഞത്. ഇത് മാത്രമേ നമ്മളെ അടുത്ത് പൂ വിരിഞ്ഞിട്ടുള്ളൂ 19. അപ്പോൾ നമ്മൾ കണ്ട എല്ലാ പാത്രത്തിലും നമുക്ക് ഇത് നട്ട് വെക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. കാരണം നമുക്ക് ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഇതും നമ്മൾ പറിച്ചേറെ നട്ടിട്ടുണ്ട്. വീഡിയോ കഴിഞ്ഞ് പറിക്കണമെന്ന് നമ്മളങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം തൈകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഫോൺ ജസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആണ് തന്നെ. എന്താണ് ഇതിലൊക്കെ കളർ ആരെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു തരാൻ പറ്റുന്നവരോടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേ ചെയ്ത് തരാം. ആരെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. വെറുതെ വേണ്ട, നമുക്ക് പേ ചെയ്തിട്ട് മതി. ഒന്നും നമുക്ക് അങ്ങനെ എവിടെയും കിട്ടാനും ഇല്ല കേട്ടാ. നമ്മൾക്ക് ചെറിയൊരു ജസ്റ്റ് വീഡിയോ എടുത്താണ്. ഇവിടെയൊക്കെ നമ്മൾ കമ്പ് നട്ടിട്ടുണ്ട്. ആരെയും കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം. നമ്പറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നാൽ മതി, നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളാം. ഇവിടെയൊക്കെ ഇതിലൊന്നും ഇല്ലായിരുന്നല്ലോ നേരത്തെ കാണിച്ചപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കമ്പുകൾ കുത്തി, കാരണം ഒഴിഞ്ഞ കവറൊക്കെ ഉണ്ടാ അതിലൊക്കെ നമ്മൾ കമ്പ് നട്ടിലൊക്കെ വെള്ളമില്ലാത്തതിലൊക്കെ കമ്പ് നട്ടാൽ അപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് വെള്ളം നനച്ചും കൊടുക്കണം കേട്ടോ. നട്ടാൽ മാത്രം പോരാ, ഈ കവറിൽ ഏത് ടൈമിലൊരു നനവുള്ള മണ്ണായിരിക്കണം. ഏതിൽ നമ്മൾ നന ഈ ചെടി നമ്മളൊരു വേറൊരു മോഡലാക്കുന്നുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും കുറച്ച് ബൊഗൈൻവില്ലേൻ്റെ കമ്പുകളും കൂടിയും കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അയൽവാസിൻ്റെ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് പറഞ്ഞതിൽ പെട്ട തൈകളാണ് ഇതൊക്കെ. കണ്ടില്ല, ഇത്ര ഇവിടെ നല്ല വെയിലുള്ള ഏരിയയാണെന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു സംശയം വേണ്ട. കാരണം ബൊഗൈൻവില്ല മഴക്കാലത്ത് അവിടെ ഇവിടെയൊക്കെ പൂവിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളെ ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു കുഞ്ഞി പൂക്കൾ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ.
ഈ ടൈമിൽ എവിടെയും ബൊഗെയിൻവില്ല പൂക്കാറില്ല, പക്ഷേ ഇവിടെ ബൊഗെയിൻവില്ലയും പൂത്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഓരോരോ മോഡലാക്കാനാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നല്ല ഭംഗി തന്നെ പൂട്ടിട്ടുണ്ട്. ഇതും ഈ 2 കളർ ഇവിടെ ആദ്യം ഉള്ളതാണ്. ബാക്കി അത്യാവശ്യം നമ്മളും കുറേ പാത്രത്തിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇവിടെ പുല്ലങ്കാട്ടിൽ വെച്ചാൽ വീട്ടിൽ കുറച്ച് ചെറിയൊരു പരിപാടി നടന്നപ്പോൾ ചെടികളൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. ഇതൊക്കെ നമ്മൾ കമ്പ് വെച്ചതാണ് കേട്ടോ. നമ്മൾ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉള്ള കമ്പുകളൊക്കെ ചിലത് ഉണങ്ങി പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. നമ്മൾ ഉണങ്ങിക്കണമെന്ന് അങ്ങനെ നോക്കല് ചോദിച്ചാൽ നോക്കാൻ കൊണ്ട് ആ കമ്പൊന്ന് ജസ്റ്റ് ഇളക്കാനൊന്നും പറ്റൂല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കും. അപ്പോൾ പച്ചപ്പ് കാണേണ്ടാന്ന് അവിടെ തന്നെ വെക്കുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോഴാണ് എന്താണെന്നറിയില്ല, ഈ ടൈമിൽ ഫ്ലവർ കാണാതെ ഒന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി വരും കേട്ടോ. നമ്മളെ നട്ട് വെച്ച് പൂക്കളൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിട്ട് തോന്നും. നമുക്ക് പൂക്കൾ ഇഷ്ടമുള്ളവർക്കാണ് അത് മനസ്സിലുള്ളൂ. അല്ലാത്തവർ പറയും ഇതൊക്കെ നിനക്കൊന്നൊരു വേറെ പണിയില്ല, അതൊരു പിരാൻ തന്നെ കേട്ടോ, കുറേ ചട്ടിയും പാത്രത്തിലൊക്കെ ഇത് കുഴിച്ചിട്ടുണ്ടാക്കിയാണ്, ഈ നേരം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ നട്ടു പിടിപ്പിച്ചുകൂടെ തിന്നാനുള്ളതെന്നൊക്കെ എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതല്ല നമ്മൾ ചെയ്യലേ. ഇതൊക്കെ നമ്മൾ വെച്ചതാണ്. ഇതിനൊക്കെ കണ്ട കുഞ്ഞി തളിർപ്പനുണ്ട്. ഇതെന്താണെന്നറിയില്ല, ചെറിയൊരു ഇളക്കം പറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഉറപ്പിക്കും വേണം. അങ്ങനെ എന്താണ് കവറിലൊക്കെ നല്ല മണ്ണുകളുണ്ട്. അപ്പം നല്ല ഇതിലിങ്ങനെ കൊണ്ടുവന്ന് കുത്തിയാൽ മാത്രം മതി, വേറെ ഒരു ചിലവുമില്ല. നോകൊണ്ട് ചുരണ്ടണ പരിപാടിയാണ് മെയിനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പച്ചപ്പ് ഉണ്ടാകുന്ന നോക്കൽ ഇങ്ങനെയാണ്. ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ചിലത് പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഇവിടെ കുറേ ചട്ടിയിലും മണ്ണും ഉണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്, ഇതിൽ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പറിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ കുത്തിയ കമ്പുകളൊക്കെ ഒന്ന് നോക്കുകയാണ്. ഇതിലൊന്നിൻ്റെ തളിർപ്പൊക്കെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ചിലത് നല്ല വൈകിട്ട് വരും, ചിലത് പെട്ടെന്ന് വരും ചെയ്യും. ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കമ്പ്. പെട്ടെന്ന് മനസ്സിലാക്കണം നോക്കാം കൊണ്ട് ചിരണ്ടാൻ. ഇതിൽ നമ്മുടെ അടുത്ത് അത്യാവശ്യം അടിനീയത്തിൻ്റെ വിത്ത് ഉണ്ടായപ്പോൾ അവരുടെ ഇതിലും കുറച്ചൊന്ന് പാകിയിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം മുളച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ് കുറച്ചും കൂടി വലുപ്പമായിട്ടുണ്ട് നമുക്ക് മാറ്റി നടാൻ പറ്റുള്ളൂ. അതിലും ഉണ്ടൊരു ബൊഗെയിൻവില്ലേൻ്റെ കമ്പ്. നമ്മൾ ജസ്റ്റ് കുറച്ച് അത്യാവശ്യം വലുപ്പമായത് നമ്മളൊന്ന് പോട്ട് വിചാരിച്ചു. വെയിലാണ് ഇപ്പോൾ നമ്മൾ പറിച്ചത്. നമുക്കൊരു അബദ്ധമായോ എന്നൊരു ചെറിയൊരു സംശയം. കാരണം നമ്മളതിനേക്ക് വേണ്ടി ഇറങ്ങിയാൽ നമ്മൾ അതിന്മേൽ തന്നെ കയറാൻ പരിപാടി. അങ്ങനെ നമ്മൾ അത്യാവശ്യം തൈകൾ ഉണ്ടാക്കി 3-4 ചട്ടിയിൽ ആണ് വെക്കാമെന്ന് കരുതിയത്. വെള്ളത്തിൽ ഇതാണ് വേരുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേരുകളും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി പറിച്ച് വേറൊരു ചട്ടിയിൽ, നല്ലൊരു ചട്ടിയിലാക്കി വെക്കണം. അത്യാവശ്യം വലുപ്പമായത് അതിൻ്റെ തണ്ട് നോക്കി മനസ്സിലായി. പറ്റ തളിർപ്പൊന്നും നമ്മൾ പറിക്കാൻ പാടില്ല കേട്ടോ. കാരണം പെട്ടെന്ന് വാടി ചീഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് നമ്മൾ 31 തൈകൾ വെച്ച് പറഞ്ഞത്. ഇത് ഈ വെയിലത്ത് പൂവിട്ടീന് നല്ല കുഞ്ഞി പൂ, യെല്ലോ കളറാണ്. അതുകൊണ്ട് മനസ്സിലാക്കട്ടെ, ആ പൂവിട്ടതുകൊണ്ടാണ് നമ്മൾ മനസ്സിലായത്. ഇത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നമ്മൾ മാറ്റി കുഴിച്ചിട്ടതോടു കൂടി കുറേയൊക്കെ അങ്ങോട്ടുണ്ട് പോയിട്ടില്ല എന്നേ ഉള്ളൂ. താൽക്കാലികമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മൾ കൊറോണ ടൈമിൽ ഉണ്ടാക്കിയ ചട്ടികളാണ് കേട്ടോ. നമ്മളങ്ങനെ ക്യാഷ് കൊടുത്ത് ചട്ടികളൊന്നും വാങ്ങലില്ല. നമ്മളൊരു അനിയത്തിൻ്റെ ഓളി കൊറോണ ടൈമിൽ നല്ല ചെടിക്കൊരു ആ ഒരു ടൈമിലുള്ളൊരു പൂതി ഉണ്ടല്ലോ, ആ പൂതി കണ്ടമാനം ചട്ടികളും കാര്യങ്ങളും വാങ്ങിക്കൂട്ടീനി. അപ്പം മിക്കവാറും എൻ്റെ ചെടികളൊക്കെ ആ ചട്ടിയിലാണ്. കാരണം അവൾ ഒഴിവാക്കിയതോടുകൂടി നമ്മളെടുത്തുകൊണ്ട് പോകുന്നു ഫുള്ള് നമുക്ക് തന്നതാട്ടാ. ഇതൊക്കെ അതിൽ നിന്ന് പറിച്ച് നടാനായിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചിട്ടില്ല പറിച്ച് നടാൻ. പക്ഷേ പിറ്റേന്ന് നമ്മൾ കുറേ ചട്ടികൾ കിട്ടിയപ്പോൾ നമ്മൾ അതും പറിച്ച് നട്ടിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ മനസ്സിലാക്കാം. നമ്മൾ ഏകദേശം ഒരു 5-6 ചട്ടിയിൽ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. നടുന്നതൊന്നും നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയില്ല. നമ്മൾ ഈ കയ്യിലിങ്ങനെ ജസ്റ്റ് ഫോണ് പിടിച്ചിങ്ങനെ ഓരോന്നിങ്ങനെ വീഡിയോ ആക്കണതാണ്. ഇതും നമ്മൾ നടാൻ വേണ്ടിയിട്ട് പറിച്ചാണ്. അടിയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇതെങ്ങനെ തെളുത്തു എന്നാണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് സൈഡിലൂടെ നല്ല ഒരു വേര് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറച്ചും കൂടി മുന്നേ മണ്ണിൽ തട്ടില്ല എന്നുള്ള നിലക്കുള്ള ഭാഗത്തു നിന്നാണ് വേരൊക്കെ വന്നിരിക്കുന്നത്. നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം ഇതിനും വേര് വന്നിട്ടുണ്ട്. ഇത് വേറെ വേര് പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മളതിന് മണ്ണ് ഇളക്കി എടുക്കണം എന്നാണ്. നമ്മൾ മണ്ണ് ഇളക്കണില്ല. കാരണം അതിലെ കമ്പുകൾ നട്ട് പിടിപ്പിക്കണതുകൊണ്ട് നമ്മൾ മണ്ണ് ഇളക്കണില്ല, പറിച്ചെടുക്കണം. അതാണ് വലിയൊരു അബദ്ധമാണ് ചെയ്യണത്. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചെയ്തത് നമുക്കൊരു ഇത്രയും തൈകളുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് നമ്മളിങ്ങനെ പറിക്കണത് കേട്ടോ. പിന്നെ നമ്മൾ അറിയില്ല കുറേ 10 കമ്പുകൾ നട്ടാൽ ഒരു 5-6 4 പിടിക്കണുള്ളൂ എന്ന്. അതിൻ്റേതായ രീതിയിൽ നട്ട് പിടിപ്പിച്ചാൽ
പിടിക്കൂട്ട നമ്മൾ ഈ വേര് പിടിക്കാനുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട്, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കട്ടിർവായിൽ മുക്കിയാൽ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ അതിലൊക്കെ മുക്കിക്കാണ്ട് ഇതാക്കിയാൽ വേഗം പിടിക്കൂട്ടോ, എല്ലാ കമ്പുകളും പിടിക്കൂട്ടോ. ഇതിൻ്റെ വേരും പൊട്ടിയിട്ടുണ്ട്, എന്നാലും കുഞ്ഞു വേരുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഇതിന് മനക്കെട്ടതല്ലേ എന്ന് കരുതി അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെടിച്ചട്ടികളും മണ്ണുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കല്ലൊക്കെ വെച്ചേക്കണം, അതിൻ്റെ ഓൾസൊക്കെ അടച്ചതാണ് കേട്ടോ. നമ്മൾ 4 ചട്ടിയിലാണ് വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ചട്ടിൻ്റെ എണ്ണം കൂടി ചെടിയുടെ എണ്ണം കൂടി ഏകദേശം മുളച്ചതൊക്കെ എടുത്തുകൊണ്ട് നട്ടുപിടിപ്പിക്കാം എന്ന് കരുതി അങ്ങനെ പിടിപ്പിച്ച് മണ്ണുകളും അത്യാവശ്യം ഉണ്ടായതോടുകൂടി നമ്മൾ ഈ ചട്ടിയിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ചട്ടിയിലും 2 എണ്ണീച്ചാണ് നമ്മൾ നട്ട് വെച്ചിരിക്കണത്. അങ്ങനെ പിടിച്ച് തൈകൾ നട്ട് വന്നപ്പോൾ 16 ഉണ്ട്. 16 നമ്മൾ ഇപ്രാവശ്യമാണ് നട്ടത് തന്നെ. അതിന് മുമ്പ് 31 ഇപ്രാവശ്യം തന്നെയാണ് നട്ടത്. ഇതിനൊന്നും ഫ്ലവർ കണ്ടിട്ടില്ല. അങ്ങനെ 16 നമ്മൾ പല കളറാണ്. ഏതൊക്കെ ഫ്ലവറിങ് കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. കാരണം കമ്പുകളൊക്കെ കിട്ടിയത് അവിടെയും ഇവിടെ ഇങ്ങനെ കുത്തിയൊക്കെയാണ്. ഇതൊക്കെ വിരിയുമ്പോഴാണ് അറിയാം. ഇതിൽ ഫുള്ളും വിരിയണമെന്നും ഇല്ല, ഫുള്ള് പിടിക്കണമെന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാ ചട്ടിയിലും പൊട്ടിലും 2 എണ്ണീച്ച നട്ടിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലൊക്കെ കുഞ്ഞു തൈകൾ ഇപ്പോൾ ഒരു ചട്ടിയിൽ ഒന്ന് മാത്രം നട്ടാൽ മുതലാവില്ല കേട്ടോ. കാരണം ഇത്രയും കമ്പുകൾ പിടിപ്പിക്കാനും നട്ട് വെക്കാനും അതിന് മാത്രം ചട്ടികളും നമ്മളെ കയ്യിലില്ല. ഇതൊക്കെ അവൾ കൊറോണ ടൈമിൽ ഉണ്ടാക്കിയ ചെടിച്ചട്ടികളാണ്. ഇതിൽ മറ്റേത് അവൾ വാങ്ങിയതുമാണ് കേട്ടോ, നമ്മളെ കസിന്. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അവളിങ്ങനെ ഒഴിവാക്കാനായപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കല്ലേ, അപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. ഇവിടെ തന്നെ കുറച്ച് വെയിലില്ലാത്തൊരു ഏരിയ, നമ്മൾ ചെടി നടാൻ വെച്ച സ്ഥലമാണ് ഇത്ര വെയിൽ. അപ്പോൾ ആകെ വെയിലില്ലാത്ത ഏരിയ ഇവിടെ മാത്രം ആയതുകൊണ്ട് അവിടെ വെച്ചതാണ്. എന്താണ് നമ്മൾ അത്യാവശ്യം വലുപ്പം വെച്ചതൊക്കെ നമ്മൾ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഘട്ടമായിട്ട് ഇനിയുണ്ട് അവൾ തന്ന ചെടിച്ചട്ടികൾ ഇട്ടാൽ നമുക്ക് അതിലേക്ക് ഇനി നട്ടാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മളിതാ ചെറിയ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ വേറെ ചെടികളൊക്കെ നട്ടിൻ്റെ ഗ്രോ ബാഗിന് അതിലൊക്കെ നമ്മൾ കമ്പ് കുത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, അതൊക്കെ അതിൻ്റെ ശേഷങ്ങളായിട്ട് എടുത്താണ്. ഇത് നമുക്കൊരു പുതിയൊരു പണി എടുക്കാനുള്ളതാണ്. ഇത് നമ്മളെ മുമ്പ് കണ്ടില്ലേ, ഇതാണ് നമ്മൾ 4 വർഷം പഴക്കള്ളിയിൽ ഒന്നാണിത്. ഈ 2 ചെടികളുണ്ട് പറഞ്ഞില്ലേനാ. നമ്മളെ സാധാ ഒരു പിങ്ക് കളറാണ് തോന്നുന്നത്. ഇത് നമ്മളൊരു മോഡലാക്കാമെന്ന് കരുതി ഒന്ന് സൈഡൊക്കെ എടുത്ത് വെച്ചാണ്. ഇതിൻ്റെ തൂമ്പുകളൊക്കെ നമ്മൾ തലപ്പുള്ള തൂമ്പുകൾ മാത്രം വെച്ച് ബാക്കിയൊക്കെ നമ്മൾ നുള്ളിക്കളയാണ്. അടിഭാഗത്തുള്ള ഇലകളൊക്കെ നുള്ളി കളഞ്ഞിട്ടുണ്ട്. അവിടുത്തെ തൂമ്പൊക്കെ പൊട്ടിച്ചെടുത്തതാണ്. നമ്മൾ ഈ കമ്പിപ്പ കുത്തി നിറച്ചതാണ്, നല്ല പച്ച കമ്പ് കൊടുന്നുകാണ്ട്. നമുക്ക് കാര്യമായിട്ട് വലിയ ടൂൾസൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അരിയ കത്തി കൊണ്ടാണ് നമ്മൾ കിളച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് ആയത്തിൽ വെച്ച്. മണ്ണൊക്കെ എന്തിനാണ് ഇളക്കണമെന്ന് വെച്ചാൽ നല്ല വളമയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ്. നമ്മളെ കയ്യിൽ കാര്യമായിട്ട് വളമൊന്നുമില്ല, ഉള്ള വളം ഒന്ന് ജസ്റ്റ് ഇടണമെങ്കിലും മണ്ണൊക്കെ ഒന്ന് ഇളക്കണം, ഡ്രൈ ആയതല്ലേ. നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തു. അത് മണ്ണ് കൊണ്ടൊക്കെ ഒന്ന് മൂടിച്ചൊന്ന് ലെവലാക്കണം, എന്നിട്ട് കാണിച്ച് എങ്ങനത്തെ മോഡലാണ് നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കണമെന്നൊക്കെ ഒന്ന് അതിൻ്റെ ഒരു പിക്കുണ്ട്. അങ്ങനെ ആവുമെന്നൊന്നുമില്ല, നമ്മൾ പരിശ്രമിക്കുക. ആയി ഇല്ല ഇല്ലെങ്കിൽ പൂവിടും, അപ്പോൾ കാണാം. അപ്പോൾ നമ്മളൊരു മോഡൽ ഇങ്ങനെ ഒരു കടയിലൊക്കെ അതിനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര വില കൊടുത്തു ചോദിച്ചപ്പോൾ 900 രൂപയ്ക്ക് ചെറിയ കുഞ്ഞു തൈയാണ്. 900 രൂപയ്ക്ക് വാങ്ങിയതാണ് പറഞ്ഞത്. അതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഒന്നിൻ്റെ കൊടുത്ത് തന്നെ നേരെ ക്യാഷ് വരെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ നമ്മളും അങ്ങനത്തെ ഒരു മോഡലാക്കാം. നമ്മൾ ഇന്നലെ ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് ഇറച്ചിയിലുള്ള മണ്ണൊക്കെ ഇതിലൊന്നും ഇട്ടതാണ്, ബാക്കി അതിൻ്റെ മേൽക്കൂടി. എന്നാണ് നമ്മൾ പറഞ്ഞത്, നടുമ്പോൾ അത് ഫുള്ളായിട്ട് മണ്ണിടരുതേ. കാരണം കുറച്ച് ഇളക്കി പിന്നെയും വളമിട്ട് മണ്ണിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലെവലിൽ. ഇതും അതേ ഒപ്പര 2 കമ്പാണെന്നുള്ളത്. 2 ഇതിലേക്കൊന്ന് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. തലപ്പ് ആദ്യം ഒന്ന് മുറിച്ചതാണ്, അങ്ങനെ വരുന്നുണ്ടല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിളിർപ്പ് വന്നതിൻ്റെ കുറച്ച് ഭാഗം ഒരു 3 തിളിർപ്പ് മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. ഇതിനും ഇനി വരേക്കാരം വൈകാതെ. അതിപ്പോൾ എന്നാണ് അതിൻ്റെ തൂമ്പൊക്കെ ഒടിച്ചിട്ടത്. നമ്മൾ കുറേ ഇതിൻ്റെ ഇല അടിഭാഗത്തെ ഇലക്കെ നമ്മൾ പിച്ചിക്കാണ്ട് ഇതിൻ്റെ ചോട്ടന് ഇതിനൊരു വളമായിക്കോട്ടെ വിചാരിച്ചിക്കാണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അത് എങ്ങനെ ആവുമെന്ന് നമുക്കൊരു ഐഡിയ ഒന്നുമില്ല. എങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിച്ചതിൻ്റെ ഒരു പിക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അത് ഇത്രയൊന്നും ആവില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ഫ്ലവറിങ് ഒക്കെ വരട്ടെ ഇങ്ങനത്തെ ഒരു മോഡലാക്കാന്നുള്ളൊരു ഉദ്ദേശത്തിനാണ്. ഇതിൻ്റെ തളിർപ്പ് ഒരു 3 ഇലൻ്റെ അടിയിലുള്ള തളിർപ്പോ 4 ഇലൻ്റെ അടിയിലുള്ളതൊക്കെ ഒന്ന് മാത്രം വെച്ചിട്ട് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഹൈറ്റിൽ അവിടെ ഉള്ള തളിർപ്പ് മാത്രം വെച്ചിട്ട് ഇത് 3 തളിർപ്പാണ് ഇപ്പോൾ അതിമേലുള്ളത്. അതിൻ്റെ അടിയിലുള്ളതൊക്കെ നമ്മൾ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് മാത്രം അവിടെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വെച്ചത്. അടിയിലും കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് മിഞ്ഞാന്നെടുത്ത വീഡിയോൻ്റെ അടിയിലൊക്കെ ഉണ്ട്. ഇത് ഒന്നായിട്ട് ഒരു 5-6 ദിവസത്തെ വീഡിയോ ഒന്നായിട്ട് ആക്കിയതാണ്. ഇത് നമ്മളെ കയ്യിൽ കഴിഞ്ഞ വർഷം ഫ്ലവർ വിരിഞ്ഞതിൻ്റെതൊക്കെയാണ്. നമ്മളെ ഫോട്ടോസ് ഉള്ളതൊക്കെ ജസ്റ്റ് ഇതിൽ കൊടുത്തു എന്നുള്ളൂ.